ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗുരുവായൂർ വ്ളോഗാണ്. ചോറൂണിന് വേണ്ടി പോവാണ്, മോളുടെ ചോറൂണിന്. ഒരു ചോറൂണ് പറശ്ശിനിക്കടവിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ചോറൂണാണ്. ഞങ്ങൾ രാവിലെ 7:30 ട്രെയിൻ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മോളെയും കൊണ്ട് ആദ്യമായിട്ട് പോകുന്നില്ലേ. അപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നും ആക്കിയിട്ടില്ല. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അൻവിക്ക് ബോറടിക്കുന്നതെന്ന് പറഞ്ഞാൽ അൻവി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന്. ട്രെയിനിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു സ്പോർട്സിന് വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് അൻവി ബോറടി മാറ്റാൻ വേണ്ടി അവരോട് ഇങ്ങനെ കളിക്കുമായിരുന്നു. കുറേ നേരം ഇങ്ങനെ കളിച്ച് ലാസ്റ്റ് തളർന്ന് അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഗുരുവായൂരെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റ റൂമാണ് ചൂസ് ചെയ്തത്. അധികം ടൈമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല ക്ലീനൊക്കെ ഉണ്ടായിരുന്നു. ബാത്റൂം നല്ല ക്ലീൻ ഉണ്ടായിരുന്നു. ഇത് അർച്ചന ലോഡ്ജ് എന്നാണ് വരുന്നത്. ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ ഹോട്ടൽ എല്ലാം ഉണ്ട്. ഇത് ഗുരുവായൂർ കിഴക്കേ നടേൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലേക്ക് ഇറങ്ങി. ബാക്കിയെല്ലാവരും ഉള്ളിലേക്ക് കയറുന്നുണ്ട്, നമ്മളിന്ന് കയറുന്നില്ല. നോക്കാണ് ചോറ് കൊടുക്കല്ലേ. അങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ പുറത്തുനിന്ന് തൊഴുത് പുറത്തുകൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. എല്ലാം കണ്ട് അവിടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. വൈകിട്ടൊക്കെ ഇപ്പോൾ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് നടക്കുന്നു. ഇടയ്ക്ക് പാൽപ്പായസത്തിൻ്റെ റെസിപ്പി കൊടുക്കുന്നതായിട്ട് പാൽപ്പായസവും വാങ്ങി. ഇത് ഭക്ഷണത്തിൻ്റെ ക്യൂ ആണ് കേട്ടോ. രാത്രിയത്തുള്ള ഭക്ഷണത്തിൻ്റെ ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് കഴിക്കാൻ നിന്നില്ല. അവരൊക്കെ തൊഴുത്തിറങ്ങി. ഞങ്ങൾ മോക്ക് വേണ്ടി പാവാടി ബ്ലൗസ് നോക്കുമായിരുന്നു. അപ്പോൾ പാവാടി ബ്ലൗസൊക്കെ വാങ്ങിച്ച് രാത്രിത്തെ ഭക്ഷണവും കഴിച്ചു. അങ്ങനെ റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് ചോറ് കൊടുക്കൽ, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അൻവിക്ക് റെഡിയായി. ഇപ്പോൾ ചോറ് കൊടുക്കലിനെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ. ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ഭക്ഷണം കഴിക്കുവാണ്. ചോറ് കൊടുക്കലിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിതിലിടാം കേട്ടോ. അൻവി ഇതാ കളിപ്പാട്ടൊക്കെ വാങ്ങി ഇങ്ങനെ റൂമിലേക്ക് പോവാണ്. എല്ലാം കഴിഞ്ഞു, ഞങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതാണ്. നോക്കാതെ പഴം കൊടുക്കുകയാണ്. ഇതാണ് ചോറ് കൊടുക്കലിൻ്റെ ഫോട്ടോസ്. അവരെന്നെ എടുത്താന്ന് 100 രൂപ ഫോട്ടോന്. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറത്തെത്തി. കുറ്റിപ്പുറത്തു നിന്നാണ് ട്രെയിൻ കയറുന്നത്. കുറ്റിപ്പുറത്തുനിന്ന് ട്രെയിൻ കയറി. നമ്മൾ പോകുമ്പോൾ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് അവളത്ര വലിയ പ്രശ്നമാക്കിയിട്ടില്ല. പിന്നെ കോഴിക്കോട് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ കുറച്ച് തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളിതാ തലശ്ശേരി എത്തി. ബൈ.